പുത്തൻ പുതിയ സിനിമാ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ടൊവിനോ തോമസിനെ കേന്ദ്ര കഥാപാത്രമാക്കി നവാഗതനായി ജിതിൻ ലാൽ അണിയിച്ചൊരുക്കി ഏറ്റവും പുതിയ മലയാള ചിത്രമായിരുന്നു അച്ഛൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ. ഓണം പ്രമാണിച്ച് സെപ്റ്റംബർ മാസം 12-ാം തീയതിയാണ് ചിത്രം തിയേറ്ററിലോട്ട് എത്തിയിട്ടുണ്ടെന്ന്. ആദ്യ ദിനം മുതൽ ചിത്രത്തിന് മികച്ച അഭിപ്രായം നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ടെന്നു. 2Dയിലും 3Dയിലുമായിട്ടായിരുന്നു ഈ ഒരു സിനിമ അണിയിച്ചൊരുക്കിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഓണം റിലീസായിട്ട് എത്തിയ ചിത്രം ഓണം വിന്നറായിട്ട് മാറുന്ന കാഴ്ചയാണ് കാണാൻ സാധിക്കുക. ഇപ്പോഴത്തെ ചിത്രത്തിന്റെ തിരുവോണ ദിന ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ലഭ്യമായിരിക്കുന്നത്. തിരുവോണ ദിനത്തിൽ ചിത്രം റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് സ്വന്തമാക്കിയിരിക്കുന്നത്. 3 വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രമായിട്ടാണ് ചിത്രത്തിൽ ടൊവിനോ തോമസ് എത്തുന്നത്. കുഞ്ഞിക്കേളു, മണിയൻ, അജയൻ എന്ന് പറയുന്ന 3 കഥാപാത്രം തിയേറ്ററിൽ മികച്ച കൈയടി തന്നെ നേടിയെടുക്കാൻ സാധിച്ചപ്പോൾ നായികമാരായിട്ട് എത്തിയത് സുരഭി ലക്ഷ്മി, കൃതി ഷെട്ടി, അതോടൊപ്പം തന്നെ ഐശ്വര്യ രാജേഷ് തുടങ്ങിയവരൊക്കെ തന്നെയായിരുന്നു. എന്തൊക്കെയാണ് ചിത്രത്തിൽ വന്നു പോകുന്ന ഒരു ചെറിയ താരങ്ങൾ തൊട്ട് വലിയവർ വരെ നല്ല രീതിയിൽ പ്രകടനം കാഴ്ചവെച്ചപ്പോൾ ബോക്സ് ഓഫീസിൽ വൻ റെക്കോർഡുകൾ പിന്തുടർന്ന് ചിത്രത്തിന് വൻ വിജയം തന്നെയാണ് കാണാൻ സാധിച്ചിരിക്കുന്നത്. ടൊവിനോ തോമസിന്റെ കരിയറിലെ 50-ാമത്തെ ചിത്രം കൂടിയാണ് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറഞ്ഞ സിനിമ. ഇപ്പോഴത്തെ ചിത്രത്തിന് ഞായറാഴ്ച ദിനം കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ ചിത്രം 3,50,00,000 രൂപ ചിത്രം കേരള ബോക്സ് ഓഫീസിൽ സ്വന്തമാക്കിയെന്ന് ഇപ്പോൾ അറിയാൻ സാധിച്ചിട്ടുണ്ട്. എന്നൊക്കെയാണ് റെക്കോർഡ് കളക്ഷൻ തന്നെയാണ് ചിത്രം ഓരോ ദിവസവും സ്വന്തമാക്കിക്കൊണ്ടിരിക്കുന്നത്. മെയിനായിട്ട് 4 ചിത്രങ്ങളായിരുന്നു ഈ ഓരോ ഓണക്കാലത്ത് വന്നിട്ടുണ്ടെങ്കിൽ ആ 3 ചിത്രങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ടാണ് അജയൻ്റെ മുന്നേറ്റം. 350 സ്ക്രീനുകൾ എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. 350 സ്ക്രീനുകളെ തുടങ്ങിയ ചിത്രം 100 സ്ക്രീനുകൾ കൂടി ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇപ്പോഴത്തെ ചിത്രത്തെ 4 ദിവസത്തെ വേൾഡ് വൈഡ് ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് പുറത്തു വരുമ്പോൾ 32 കോടി രൂപ ചിത്രം വേൾഡ് വൈഡ് ബോക്സ് ഓഫീസിൽ നിന്നായിട്ട് കളക്ട് ചെയ്തിട്ടുണ്ടെന്ന് പറയാൻ സാധിച്ചിട്ടുണ്ട്. ഇന്നലത്തെ ഓണം ദിന കളക്ഷൻ കൂടെ പുറത്തു വരുമ്പോൾ ചിത്രം ഏകദേശം ഒരു 38 കോടിക്ക് മുകളിൽ കളക്ട് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. എന്തൊക്കെയുള്ള ചിത്രം ആദ്യ വീക്കെൻഡിൽ തന്നെ 50 കോടി അടിക്കുമെന്ന് അറിയാനുള്ള ആകാംക്ഷയിലാണ് പ്രേക്ഷകർ. ചിത്രത്തിന് ഇന്നും അഡ്വാൻസ് ബുക്കിംഗ് നല്ല രീതിയിൽ തന്നെ ഉയർന്നിട്ടുണ്ട്. എന്തൊക്കെയാണ് റെക്കോർഡുകൾ പിഴുതെറിഞ്ഞ് ഈ ഒരു വർഷത്തെ ഏറ്റവും വലിയൊരു ബ്ലോക്ക് ബസ്റ്റർ ഹിറ്റായിട്ട് അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ മാറ്റുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പോൾ ടൊവിനോ തോമസ് ചിത്രമായ അജയൻ്റെ രണ്ടാം മോഷണം എന്ന് പറയുന്ന സിനിമ നിങ്ങൾ തിയേറ്ററിനായിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ സിനിമയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ പങ്കുവെക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട.